ഇപ്പോ ഇന്ന് ഗ്രാമിന് 12,670 വിലയുള്ളത്. ഏറ്റവും മിനിമം ഒരു 1,11,000 രൂപയെങ്കിലും നൽകിയാൽ മാത്രമേ ഒരു പവൻ ആഭരണം ലഭിക്കുകയുള്ളൂ ഇന്നത്തെ നിരക്കനുസരിച്ച്. ഇനി മുന്നോട്ട് ഇന്നത്തെ ഒരു ട്രെൻഡ് കാണിക്കുന്നത് കുറച്ച് വില വീണ്ടും ഡൗൺ ആകാനുള്ളൊരു ഇതാണ് നിലവിൽ കാണിക്കുന്നത്. ഇപ്പോഴത്തെ ടെൻഷനുകളിലൊക്കെ ഉണ്ടായേക്കുന്ന വ്യതിയാനങ്ങളോ ഇതില് മാർക്കറ്റില് നിലവിൽ ഉണ്ടായേക്കുന്ന ചില ചേഞ്ചുകളൊക്കെ സ്വർണ്ണ വിപണിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വർണ്ണവില താഴേക്ക് തന്നെ പോകാനുള്ളതാണ് സാധ്യത കാണുന്നത്. ഇപ്പോൾ 1,00,000 കടന്നതിന് ശേഷവും പിന്നീട് കുറച്ച് നമ്മൾ കണ്ടത് ഈ 1,00,000-ന് താഴെ തന്നെ വില എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പിന്നീടാണ് വീണ്ടും ഒരു വില വർധനയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നോ ജ്വല്ലറികളിലേക്ക്? ജ്വല്ലറികളിലേക്ക് എൻക്വയറീസ് ന്യായമായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ വാങ്ങാൻ വരുന്ന ആളുകളുടെ എണ്ണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ വിൽക്കുന്നത് സംബന്ധിച്ചുള്ള എൻക്വയറീസും വിൽക്കാനായിട്ടുള്ള ആളുകളും ജ്വല്ലറികളിലേക്ക് എത്തുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ സ്വർണം വിൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് കുറച്ച് കാലമായി നമ്മൾ കാണുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഈ ഒരു വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് പോലും ആളുകൾ എത്തി തുടങ്ങിയിട്ടില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? അതെ, അതായത് നിലവിൽ ആളുകൾ കുറച്ച് ആളുകൾ അത്യാവശ്യം സ്വർണം വാങ്ങേണ്ടതായിട്ടുള്ള ആളുകൾ ജ്വല്ലറികളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ മുൻ വർഷ കാലത്ത് ഈ സമയത്ത് ഉണ്ടായിരുന്ന ബിസിനസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു 10-25% അല്ലെങ്കിൽ 30% എങ്കിലും ഇടിവ് ജ്വല്ലറികളിൽ അല്ലെങ്കിൽ വ്യാപാരത്തിൽ കാണുന്നുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. നിലവിൽ വ്യാപാരം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജ്വല്ലറികളിൽ കുറവാണ്. ജ്വല്ലറിയിലേക്ക് വാങ്ങാനായിട്ട് എത്തുന്ന ആളുകളുടെ എണ്ണവും കുറവാണ്. നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു ഈ പുതുവർഷത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ സ്വർണത്തിന് വില ഏറെക്കുറെ കുറയാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്ര കണ്ടൊന്നും വില കുറഞ്ഞിട്ടില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ഇനി വരും ദിവസങ്ങളിലും സ്വർണ്ണവില താഴേക്ക് എന്നുള്ളൊരു കണക്ക് നമുക്ക് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എത്ര വരെ ഇനി കുറയാനുള്ളൊരു സാധ്യതയാണ് മനസ്സിലാവുന്നത്? അങ്ങനെ നമുക്ക് പൂർണ്ണമായി എത്ര വരെ കുറയുമെന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ഐഡിയ നിലവിൽ പറയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ തന്നെ ഇപ്പോ ഇന്നലെ 60 രൂപ രാവിലെ കൂടി ഒരു മാർക്കറ്റാണ് രാവിലെ നമ്മൾ കാണുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് 110 രൂപ കുറഞ്ഞുകൊണ്ട് വലിയ ഒരു മാറ്റമാണ് ഉണ്ടായത്. അതിനുശേഷവും വീണ്ടും ഈ കുറവിന്റെ ട്രെൻഡ് ആണ് വീണ്ടും കാണിക്കുന്നത്. ഇന്നും അതേ തുടർന്ന് വീണ്ടും 25 രൂപയോളം ഗ്രാമിന് കുറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് രാവിലെ കണ്ടത്. അതിനുശേഷവും മാർക്കറ്റിൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനെ തുടർന്ന് 24 ക്യാരറ്റിന്റെ വില ഏകദേശം 70 രൂപ 80 രൂപയോളം രാവിലത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രം കുറഞ്ഞിട്ടുണ്ട്. അത് സാധാരണഗതിയില് ഉച്ച കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ ട്രെൻഡ് ഉച്ച കഴിഞ്ഞ് വീണ്ടും സ്വർണ്ണവില കുറയാനുള്ള ഒരു സാധ്യത ാണ് നിലവിലെ ഇത് വിരൽ ചൂണ്ടുന്നത്. അപ്പൊ അത് മുന്നോട്ട് നിലവിലെ ഒരു ട്രെൻഡാണ് കാണിക്കുന്നതെങ്കിൽ ഒരു പവന് ഒരു 1-2 ഈ ഒരാഴ്ച കൊണ്ട് 1,200 രൂപ 2,500 രൂപ ഒക്കെ താഴേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്താം. പക്ഷെ എന്നിരുന്നാൽ തന്നെ എന്തെങ്കിലും സഡൻ ചേഞ്ചസ് ഇവിടെ ആഗോളതലത്തിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായാൽ വീണ്ടും പോസിറ്റീവായിട്ടുള്ള ഇതിലേക്ക് സ്വർണം വിപണി ഉണരാം, സ്വർണ്ണ വിപണി വീണ്ടും കുതിച്ചു കയറാം എന്നുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.